അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം. എന്തൊരാവേശം, എന്തൊരാഘോഷം. ആ ഇന്ന് നമ്മളെ ക്ലോസ് ഫ്രണ്ട് ജാബറിൻ്റെ കല്യാണം, നമ്മൾ ലംബോർഗിനിക്കാരനല്ലോ ഓൻ്റെ കല്യാണം. അപ്പോൾ കല്യാണ സീസണിൽ അവസാന വീഡിയോ കേട്ടോ, ഈ ഒരു സീസണിലെ അവസാന വീഡിയോ. അപ്പോൾ ഞങ്ങളെല്ലാം രാവിലെ പോയി നിൽക്കുക, 2 ദിവസത്തെ പരിപാടി, ഇന്നത്തെ നിക്കാഹ്, നാളത്തെ റിസപ്ഷന്. അപ്പോൾ കല്യാണ ചെക്കൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഫോട്ടോഗ്രാഫർക്ക് ചക്കേർന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം ഫസ്റ്റ്. അർഷി മാത്രം ഇൻസൈഡാ, വയറ് കാണുന്നുണ്ട് കേട്ടോ, വയറ് കാണുന്നുണ്ട്. അർഷി വയറ് ഉള്ളിക്ക് പിടിക്കും. അപ്പൊ നമ്മൾ അർഷി ഡോക്ടർ വയറൊക്കെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്, സ്ലോ മോഷനിൽ കേട്ടോ. ഞാൻ വിസ്പർ അടിച്ചു കൊടുക്ക്, ഷൂഷു. ബാ അങ്ങോട്ട് കേറി വാ. ആ അങ്ങനെ കണ്ടില്ലല്ലോ, ഇതാണ് ഡ്രസ്സ്. കല്യാണ ചെക്കന് പണി കൊടുക്കണോ? നമുക്ക് കൊടുക്കേ. ഇന്ന് വേണ്ട, ഇന്ന് നിൽക്കാല്ല, നാളത്തെ ദിവസമാണ് ഫ്രണ്ട്സിൻ്റെ ദിവസം, അന്ന് നമുക്ക് നല്ല പണി കൊടുക്കാം. ഓക്കെ, കമോൺ. ഡ്രസ്സ് ഉഷാറായിക്കണമല്ലോ. എവിടുന്നാണ്? ഉമ്മാക്കേ അറിയുള്ളൂ അല്ലേ? കോട്ടക്കൽ സീനത്ത്. ആ, പുതിയ ആപ്പിളിൻ്റെ ഫോട്ടോ എടുക്കൽ കഴിയാത്തതുകൊണ്ട് ഭയങ്കര ചീത്ത റൗണ്ട് ഒക്കെ താഴത്ത് വാപ്പ നിൽക്കുക തുടങ്ങാൻ സമയക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. കാരണം ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, അതാണ് ഈ സംഭവം. കഴിഞ്ഞിട്ടില്ലേ, പുതിയ ആപ്പിളേക്കാളും ടെൻഷനാണ് കോട്ടിട്ട് കൊടുക്കുന്ന ആൾക്ക് കിട്ടും. നമ്മളെ ജാവിക്ക് ഓനെ ഒന്നങ്ങോട്ട് ഇടും, പിന്നെ അങ്ങോട്ട് ഇടും, ആളാകെ ടെൻഷൻ അടിച്ചിരിക്കണു. ജാവി നേരെ നിൽക്ക്, ജാവി ടെൻഷൻ അടിച്ചു, ജാവി ടെൻഷൻ അടിച്ചു. ഈ പോസ്റ്റ് എങ്ങനെയുണ്ട്? സംഭവം ഒന്നുമില്ല, വീഡിയോഗ്രാഫേഴ്സ് ചിരിക്കാൻ പറഞ്ഞാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ജാബറേ ടെൻഷൻ ഉണ്ടോ? പുതിയ ആപ്പിളൊക്കെ നിക്കാഹിന് പോകാൻ വേണ്ടി ലംബോർഗിനിൽ കയറാൻ പറഞ്ഞാൽ പുതിയ ആപ്പിളയിൽ കയറില്ല. കാരണം ലംബോർഗിനി കുറച്ച് താഴോട്ട് അങ്ങോട്ട് ഇറങ്ങണ്ടേ, അപ്പോൾ ഡ്രസ്സ് അങ്ങോട്ട് ചുളിത്തരാം. അതുകൊണ്ടേ നമ്മൾ വേറെ ബെൻസിലാണ് പോകുന്നത്. പുതിയ ആപ്പിള ലംബോർഗിനിൽ വേറെ ആളെ പൊട്ട പോകണം, അവൻ്റെ അപ്പം അല്ലാണ്ട് ആരും ഇല്ല, മൂപ്പർ തന്നെയാണ്. എങ്ങനെ ഒറിജിനൽ പുതിയ ആപ്പിളയോ? ഓൻ്റെ അപ്പം ലംബോർഗിനി പറപ്പിച്ച് ഒറ്റപ്പോക്ക്, ഓൻ്റെ പിമ്മിയും പാടെ ഇതാ പുതിയ ആപ്പിൾ ഇതാ ഈ ഒരു എസ് ക്ലാസ്സിൽ അങ്ങനെ കയറി അങ്ങനെ ഇതാ ഒറ്റപ്പോക്ക് പോയി. നമ്മളെ സെൽട്ടുമോൻ ഇതാ അവിടെ അങ്ങനെ ഇറങ്ങുന്നിട്ട് നമ്മൾ നേരെ ഓടിച്ചോടത്തേക്ക്. അല്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ കരുതുണ്ടാവും ഈ ബാസിംപ്ലേറ്റ് ഇപ്പം കല്യാണങ്ങളിൽ മാത്രമേ പോകണുള്ളൂ, എന്തപ്പോൾ ഓൻ്റെ പരിപാടി, ബ്ലോഗൊന്നും നടക്കണില്ലേ. സംഭവം ഇതാ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് പോയിരുന്ന് കഴിക്കാൻ പറ്റില്ല, എങ്ങനെയും പോയി ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെ സ്വന്തം ഡെലീഷ്യനാണ്, മലപ്പുറത്തെ ഡെലീഷ്യ ഫുഡും അതുപോലെ ഈ ഒരു ഇവൻറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ. വേക്കണ്ടിക്ക് സാധാരണ കുടിക്കാത്തതാണ്, പക്ഷേ ഇവിടുത്തെ ഒരാൾ വന്നിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിച്ചോളൂ, നല്ലതാണ് ശരീരത്തിന്. നെല്ലിക്ക ജ്യൂസിന് കുറച്ച് ഗുണങ്ങളെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് വീണ് പോയി. അപ്പോൾ നിക്കാഹ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ചെക്കന് മുഖത്ത് സന്തോഷമുണ്ട്, ടെൻഷനൊക്കെ ഉണ്ട്. ഇവന് ഡ്രസ്സൊക്കെ രണ്ടും ഏകദേശം ഒരേപോലെയാണല്ലോ. ഇവന് ഡ്രസ്സ് കളർ ചേഞ്ച് ഒരിടത്തൊരു ആൾ മാറിപ്പോലോ. അപ്പോൾ നിക്കാഹ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നിക്കാഹ് നടക്കട്ടെ, അവിടെ നടക്കട്ടെ. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞപ്പോൾ അതാ പുതിയ ഇറങ്ങിയിട്ട് ചെക്കൻ അവിടെ സ്റ്റേജിൽ ഇങ്ങനെ കാത്തിക്കുക കേട്ടോ. ഇതൊരു തമിഴ്നാടു കേരള കല്യാണം കേട്ടോ, പറയാൻ മറന്നുപോയി. ഒരു മലപ്പുറം കുംഭകോണം കല്യാണം, പെണ്ണിൻ്റെ ഇവിടെ കുംഭകോണത്ത് നിന്ന് കേട്ടോ. അപ്പോൾ ഒരു തമിഴ്നാടു ടച്ച് കല്യാണം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവർ ഓലെ വീട്ടിൽ നിന്ന് കുറച്ച് പൂമാല കൊടുക്കുന്നുണ്ട്, ഓലെ നാട്ടിൽ നിന്ന് കുംഭകോണത്ത് നിന്ന് കേട്ടോ. എന്നിട്ട് മാല കഴുത്തിലിടുമ്പോൾ പെണ്ണ് ബാക്കിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, ചില തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, കേരള തമിഴ്നാടു ഒരു മിക്സ് കല്യാണമാണ്. മാപ്പിളേ കല്യാണ പരിപാടി നടക്കട്ടെ. കല്യാണങ്ങളിൽ മെയിൻ പുതിയ ആപ്പിളയും പുതിയതൊക്കെ കഴിക്കാനാണ്, പക്ഷേ എനിക്ക് പ്രധാന ഫുഡാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഡെലീഷ്യൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങി നമ്മളിങ്ങനെ ഫുഡൊക്കെ എടുക്കാൻ പോവാണ്. മന്തി റൈസ് വിത്ത് ചിക്കൻ, പിന്നെ ബീഫ് കാരക്കൂടിയൊക്കെ ഉണ്ട്, പിന്നെ അൽഫാം അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്, പ്രോൺസ് തവ, പിന്നെ സമക് മകളി, പിന്നെ മീൽസിൻ്റെ സെക്ഷൻ ആട്ടോ. ആ ഒരു മീൽസിൻ്റെ സെക്ഷനൊക്കെ എത്തി നോക്കുള്ള. ഞാൻ വെറുതെ വന്നാട്ടോ, എന്തൊക്കെ ഉണ്ട് അറിയാൻ. ഞാൻ അപ്പുറത്തെ കഴിക്കാരം, അത് വേറെ കാര്യം, ഞാൻ മറ്റുള്ള കുറ്റം പറയല്ല. അപ്പോൾ അൽഫാം ഇത് അങ്ങനെ എടുത്തിട്ടുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഞാൻ കഴിക്കാൻ പോകണം. പ്രോൺസ് തവ ഡെലീഷ്യന് ഒരു രക്ഷയില്ല. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട വേറെ സംഭവം പറയുന്നത് ഡെലീഷ്യത്തെ ഒരു കറി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി. ഇത് സമക്ക് മക്കളെ നമ്മൾ അറബികളെ ആ ഒരു മീൻ പൊരിച്ചുണ്ടല്ലോ, ഉപ്പും കുരുമുളകും പിന്നെ ജീരകപ്പൊടിയൊക്കെ ഇടുള്ള സാധനം തന്നെ.
പാലപ്പൊക്കെ അതാ പിന്നിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോട്ടെ, അതെടുത്തിട്ട് മതി നമുക്ക് ബിരിയാണി കഴിക്കൽ കേട്ടോ. കാരണം ആദ്യം പാലപ്പൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോട്ടെ. ഇതാണ് ആ കറി, വള്ളുവനാട് ചിക്കൻ കറി, ഡെലീഷ്യയുടെ സ്പെഷ്യൽ. ഞാൻ പല ഇവൻറ്റിലും വരുന്നത് ഈ കറി കഴിച്ചിട്ടുണ്ട്. ഇത് മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു കറി. പിന്നെ പ്രോൺസ് തവ സൂപ്പർ ഉണ്ട്. ആ ഒരു മസാലയൊക്കെ പടം നമ്മൾ അർഷി ഡോക്ടറൊക്കെ അടിച്ച് മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മോശമൊന്നുമില്ല, സമക് മക്കളി ആ ഒരു എരിവും പുളിയൊന്നും ഇല്ലാത്ത ആ സാധനം ഉണ്ടല്ലോ, അതിനെ അറബിയുള്ള മീൻ പൊരിച്ചത്. ബീഫ് കറി കൂടി കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ല. സമക് മക്കളി ഇവിടെ കേട്ടെ, നമുക്കത് വേണ്ട വല്ലാതെ. പിന്നെ അതാ ഒരു മട്ടൻ ബിരിയാണി ഡെലീഷ്യൻ്റെ, അത് വേറെ ലെവൽ മട്ടൻ ബിരിയാണി ഡെലീഷ്യൻ്റെ. പിന്നെ പ്രോൺസ് തവിയും ഒക്കെ. മട്ടൻ ബിരിയാണി അതിന് മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. അൽഫാം ബിരിയാണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മന്തി റൈസിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഒരു കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഇനി ഒരു മീൻ മുളക് ഇട്ടത് അവിടെ കണ്ടപ്പോൾ ഒരു പാലപ്പെടുത്ത് പോകുന്നതാണ്. പക്ഷേ മീൻ മുളക് ഇട്ടത് വലിയ സംഭവമൊന്നുമില്ല, ഒരു ആവറേജ് മീൻ മുളക് ഇട്ട് കേട്ടോ. അതായത് നമ്മളെ മീൻ മുളക് ഇട്ടത് നമ്മളെ ഈ ഒരു വള്ളുവനാടൻ ചിക്കൻ കറിൻ്റെ അയലത്ത് പോലും എത്തൂല കേട്ടോ. മീൻ മുളക് ഇട്ട് അവിടെ കട്ടെ, അത് വേണ്ട, വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു പൈനാപ്പിളിൻ്റെ ഒരു കട്ടൻ ചായ കേട്ടോ. ചായൻ്റെ വെറൈറ്റി ആണല്ലോ. അപ്പോൾ എല്ലാ കല്യാണങ്ങളും ഇങ്ങനെ ചായൻ്റെ വെറൈറ്റി ഇല്ലാത്തൊരു പരിപാടി ഉണ്ടല്ലോ, എല്ലാ പരിപാടിയിലും അതുണ്ട്. പിന്നെ കുട്ടികളെ പറ്റിച്ചാലുള്ള സംഭവങ്ങൾ, നമ്മളെ പഞ്ഞിമുട്ടായി സംഭവം ഉഷാറായി കൊണ്ടോ. കുട്ടികൾക്ക് എല്ലാവരും ഇഷ്ടമാണ് ഈ ഒരു പരിപാടി. അന്നേക്കാട്ടിലും വലിയൊരു പഞ്ഞിമുട്ടായി ഉണ്ട്. അന്നെ കാണാമല്ലോ. ഒന്നും നോക്കണം, അതൊക്കെ പാടെ എടുത്തിട്ട് നേരെ കാർക്കാണ് കൊണ്ടുപോയി വെച്ചാലോ. പിന്നെ ഗുലാബ് ജാമുനും ഉണ്ട്. അത് മാത്രമല്ല, ഗുലാബ് ജാമുനും ഉണ്ട്. ഗുലാബ് ജാമുൻ ഒരു രക്ഷയിലുള്ള ഡെലീഷ്യൻ്റെ മസ്റ്റ് ട്രൈ. ഫോട്ടോ മാപ്പിളേ വിളിക്കില്ലേ? ആ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മാപ്പിളേ? സാപ്പിട്. ആ മുഖം കണ്ടറിയാം മാപ്പിളക്കിന് 2 പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നടക്കൂല, കല്യാണമല്ലേ. ഇതാ പുതിയ ആപ്പിള വാപ്പ കൊടുന്ന ലംബോർഗിനിയിൽ പോവാണ്. വാപ്പാക്ക് അടുത്ത ലംബോർഗിനി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് കാണട്ടെ. ഇനി വെള്ള വരുന്നേ, വെള്ളയുണ്ട്, ഇപ്പൊ മഞ്ഞയുണ്ട്. നിങ്ങൾ രാവിലെ മഞ്ഞയും കൊണ്ട് വന്നു, കഴിഞ്ഞാൽ വെള്ളയും കൊണ്ട് പോവാണ്. ഞാൻ മൂപ്പര് തമാശ പറയാതി കൊണ്ടോ. അതാ ലംബോർഗിനി വേറെ വരുന്നു. ലംബോർഗിന്റെ പിന്നിലും വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. മൂപ്പര് ഉഷാറാണ്. അപ്പൊ അതാ അടുത്ത ലംബോർഗിനി വരുന്നു. ഇതാ ഒരു ലംബോർഗിനി അവിടുന്ന് പോകാൻ നിൽക്കണു. അതിന്റെ ബാക്കിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അതെ, ഒരു SLK 350 MG ബെൻസ്. അതന്നെ. അപ്പോൾ ഈ ലംബോർഗിനിയും കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അന്നത്തെ പരിപാടി ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് അംഗസംഖ്യയുള്ളൂ. നാളെയാണ് ഫുൾ പരിപാടി കേട്ടോ. ഇന്ന് ഡേ 2. ഇന്ന് നമ്മൾ ചെക്കന്മാരുടെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ പണി കൊടുക്കുന്ന ദിവസമാണ്. നമ്മളെല്ലാവരും റെഡി ആയിരിക്കുന്നുണ്ട്. ഇതാ അവിടെ അങ്ങനെ നോക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പാടെ അങ്ങനെ ചെറിയ പ്ലാനിങ്ങിലാണ്. എന്താണ് പരിപാടി കൊടുക്കുക, പണി കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ടേ. അപ്പോൾ ഓഡിറ്റോറിയം കയറി നോക്കി, ആരും വന്നിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചെറുക്കൻ ഇതാ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. ഓനൊറ്റ വരവ് വന്നു. നമ്മളിതാ ഓനങ്ങനെ വലിച്ചിങ്ങനെ കയറ്റി കൊണ്ടുപോകണം. നമ്മൾ ചെക്കന്മാരെ പരിപാടിയാണ്. അപ്പോൾ ആളൊന്നും ടെൻഷൻ അടിക്കണമല്ലോ. ഇന്നത്തെ ദിവസം ആദ്യം തന്നെ വന്ന് ഫുഡ് കഴിക്കട്ടെ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് നല്ല ഫുഡ് കഴിച്ചാലേ ഊർജ്ജമായിട്ട് ചെക്കനെ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇന്നിവിടെ ഒരു മീനൊക്കെ വെച്ചിട്ടുണ്ട് കഴിക്കണോടത്ത്. ലൈവ് ഫിഷ് ആ പരിപാടിയൊന്നും കേട്ടോ. ഈ മീൻ എടുത്ത് പൊരിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് ഭംഗിക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മീൻ ഇതെടുത്ത് പൊരിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. ഇത് അൽഫാമൊക്കെ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ അതാ ചെമ്മീൻ പൊരിച്ചത്. നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം ഞങ്ങൾ അംഗബലം സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാണ്. നമുക്ക് ഞാൻ അടുത്ത് തന്നോ തിന്നോ? താങ്ക് യു. പൊറോട്ട ഉണ്ടോ? പൊറോട്ട കഴിച്ചാൽ അവിടെ തന്നെ ഇരിക്കും വയറിൽ, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. നെയ്പത്തിൽ ഈ കല്യാണങ്ങളിൽ പൊറാട്ടൊക്കെ ഉണ്ടാവും, നമുക്ക് എടുക്കാനൊക്കെ തോന്നും. പക്ഷേ അതിമന്ന് വല്ലാതെ അങ്ങോട്ട് മെനക്കെടുത്. കാരണം അതിമന്ന് ഇരുന്നാൽ പിന്നെ അതിമ തന്നെ അങ്ങോട്ട് ഇരുന്ന് പോവും. അപ്പോൾ നമുക്ക് വെറൈറ്റി സംഭവങ്ങൾ കഴിക്കാൻ പറ്റൂല. അത് നോട്ട് ചെയ്യണം നിങ്ങൾ ആ പോയിന്റ്. പിന്നെ മട്ടൻ ബിരിയാണിയിലെ മസാല മാത്രം എടുത്താൽ മതി, വല്ലാതെ ബിരിയാണി എടുക്കണ്ട. റൈസ് ആകുമ്പോൾ നന്നായിട്ട് കഴിച്ചിട്ട് വയറിലാണ് കിടക്കും. ഇത് ബീഫ് രാമന്തളി. ആ ബീഫ് രാമന്തളി ഭയങ്കര ഫേമസ് ഡിഷാണ് കേട്ടോ. അപ്പോൾ അതാ ലൈവായിട്ട് ഇങ്ങനെ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറെ. അപ്പോൾ വേഗം കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ കല്യാണച്ചക്കൻ എങ്ങാനും പണി കിട്ടുമെന്ന് പേടിച്ചിട്ട് സ്റ്റേജിൻ്റെ ബാക്കോട് ഇറങ്ങിയാണ് ഓടിയാലോ വേഗം പിടിക്കണം. അത് നമ്മളെ കഴിഞ്ഞ കൊറോണ കാലത്തെ കല്യാണം എന്നുള്ള വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ പുതിയാപ്പിളയായിട്ടത് അത് ഇപ്പോൾ പയ്യാപ്പിളേ. ഞാൻ വെറുതെ നോക്കാൻ
ഞാൻ വീഡിയോ ഓടിക്കാം. മോശമാണോ? നല്ല ഗുഡ്. എന്നാ മതി. മൂപ്പര് നൈസായിട്ടൊന്ന് ഓതിട്ടോ. ഒന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് ഫുഡിൽ ശ്രദ്ധിക്കട്ടോ. അൽഫാം, പിന്നെ അതാ ഈ ഒരു മട്ടൻ ആലപ്പി സ്റ്റൈൽ കറി, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് പിന്നെ ഇവനെ സൂക്ഷിച്ചോളി കേട്ടോ. അത് നമ്മളെ അടുത്ത കൂട്ടുകാരനാണ്. ഇവനെ ഒരു ആറ്റം ബോംബാണ് കേട്ടോ. ഇവനെ സൂക്ഷിച്ചോളിയും. ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്നാലേ നമ്മളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. മട്ടൻ എവിടെ പോയി ഒളിച്ചിക്കണം നോക്കട്ടെ കേട്ടോ. അതാ കിട്ടുന്നുണ്ട്. ആ കറിൻ്റെ മേലെ കൂടെ ഒക്കെയാണ് പോയി, ഉള്ളിലേക്കാണ് പോയി, കള്ളനെ ഒളിഞ്ഞു പോയി. അപ്പോൾ അതാ തൊട്ട നന്നായിട്ട് വന്നിട്ട് നമ്മളെ ആ ടെൻഡർ മട്ടൻ അതന്നെ ആ സാധനം കേട്ടോ. അങ്ങനെ എടുത്തിട്ട് നമ്മളെ വായിക്കണം വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് അറിയോ. ഇപ്പം നമ്മളെ ചെക്കന്മാരൊക്കെ അപ്പുറത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇവൻ്റെ പാത്രത്തേക്ക് നോക്കി പകുതിയോളം പ്ലേറ്റ് ചെമ്മീൻ. ഇവൻ്റെ കല്യാണപ്പേര് കൊണ്ടാൻ പറ്റും. എല്ലാവരും നോട്ട് ചെയ്യണ്ടോ അവനെ കല്യാണപ്പേര് ആരും കണ്ടാൽ. കഴിഞ്ഞ നാദാപുരം കല്യാണത്തിന് ചായ തന്ന അതേ ആൾ തന്നെയാട്ടോ ഈ ഒരു കല്യാണത്തിന് ചായ തരുന്നത് കേട്ടോ. മൂപ്പര ജിഞ്ചർ ലെമൺ ടീ ഉണ്ട്, അതാണ് ഈ സാധനം. അതെ, വേറെ ലെവൽ തന്നെ. ഞാൻ 2 ഗ്ലാസ് കുടിച്ചിട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പവറൊക്കെ കിട്ടിയിട്ട് നമ്മളിഞ്ഞേ കല്യാണ ചക്കനത്തേക്ക് പോവാണ്. ആദ്യം ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് തുടങ്ങാം കേട്ടോ. പണിയൊക്കെ ചെറുതായിട്ടേ കൊടുക്കണൊക്കെ ഉള്ളൂ. പറയാനുണ്ടോ? കേക്ക് കഴിക്കൂലേ? 4 കിലോ ഉണ്ട്. 4 കിലോ ഫെമിന സെറ്റല്ലേ? കുറച്ച് ടാസ്കുകളുണ്ട്. കട്ട് ചെയ്തു. എന്താ പറഞ്ഞോ? എനിക്ക് കുറച്ച് ബീപ്പ് സൗണ്ട് കൊടുത്താൽ മതി. ചിക്കോ ഓനെ തല്ലുന്നു ജാബർ. വയനാട് ചുരത്തുനിന്ന് നമ്മളെല്ലാരും അതിന് വേണ്ടി ഓനെ കൂട്ടി പോയി. നമ്മള് ഫസ്റ്റ് നൈറ്റ് നമ്മള് കൊള്ളാക്കണം. ചിക്കോ ഓനെ ആട്ടി വിട്ടോളാം നേരത്തെ. ജാബർ എന്നോട് മാന്യായിട്ട് പറഞ്ഞല്ലേ കേക്ക് മുറിച്ചാനാണെന്ന് ഇജ്ജ് കേട്ടോ? അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറഞ്ഞു. ഈ ഒരു പാർട്ടി പോപ്പർ ഉണ്ടാകുമ്പോൾ കേക്കും പാർട്ടി പോപ്പറും തമ്മിൽ ഒരു മാച്ച് ആയിട്ട് ഞാൻ മാക്സിമം നോക്കി അങ്ങനെ വിട്ടുപിടിക്കാൻ കേക്കുമൊക്കെ ആവുന്നത്. കാരണം നമുക്ക് കേക്ക് കഴിക്കാനാണ്, പലരും അങ്ങനത്തെ കരുതും. അതിൻ്റെ ഇടയ്ക്ക് ചിക്ക് വാങ്ങിയിട്ട് ഒരു ഒറ്റ പൊട്ടിയിൽ പൊട്ടിച്ചു. എനിക്ക് ഓനെ പൊട്ടിച്ചാൽ തോന്നി കേട്ടോ. കാരണം എല്ലാ കേക്കിൻ്റെ മേലൊക്കെ ആവും ചെയ്തു. നമുക്ക് എങ്ങനെ കേക്ക് കഴിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞു ഓനോട് പറഞ്ഞു ഞാനൊന്നും ഇതിൽ ഇടപെട്ടോ. ബാക്കിൽ ചിക്കിനോട് പറഞ്ഞോ. ഏത് വീഡിയോ ഉണ്ട്? രാഷ്ട്രീയ ബാസുമണി ഏത് വീഡിയോ ഉണ്ട്? ആര് യൂട്യൂബറാ? ഇത് യൂട്യൂബറാണോ? യൂട്യൂബർ ചാനലിന്റെ പേര് പറഞ്ഞോടുക്ക്. ഇവിടെ എവിടെ ക്യാമറ പറഞ്ഞോടുക്ക്. പേര് പറ. സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കോ. നോക്കി
ക്യാമറാമാൻ പരിപാടി അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ അത് ഷിബിൻ്റെ വയറുണ്ടോ മനസ്സിലാവൂലേ? കളിക്കണ്ടേ? അതാരാ കളിക്കാൻ പറഞ്ഞത്? പ്രശ്നമില്ലല്ലോ, ഡാൻസ് കളിച്ച പ്രശ്നമില്ലല്ലോ. കാര്യം പറയട്ടെ, ഈ ഡാൻസ് കളിക്കണ്ട. അന്ന് ഡാൻസ് കളിപ്പിക്കൂല. അന്ന് ഞാനാ പറഞ്ഞു ഡാൻസ് എന്തൊരു കല്യാണ ചെറുക്കൻ പറയണ വർത്താനം നീ പറയണ്. ഇങ്ങനെ പറയാ കൂട്ടുകാർ കൊടുക്കുമ്പോ എന്നോട് കഴിച്ച് കളിക്കണ്ട. ഒന്ന് നിന്നാ മതി. ഒന്നും കാട്ടണ്ട, വെറുതെ നിന്നാ മതി. എന്ത് പേരിന് ഷറാഫത്തിന് ഫോട്ടോ എടുക്കാൻ പേരിന് അത്രേ ഉള്ളൂ. ചിക്കു 2 സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താ. ആ ജാസി ഇങ്ങോട്ട് വാ, 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 വാ. ഷീനോ 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 സ്റ്റെപ്പ് പറഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞ ഷീനോ അപ്പൊ പറഞ്ഞ മാപ്പിളേ. കൊടുക്ക് കൊടുക്ക്. ആ അങ്ങനല്ല, അങ്ങനെ കൊടുക്കൊന്നുമില്ല. ഇല്ല ഇത് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടൂല. ഇന്നലെ പഠിപ്പിച്ചെടുത്താണ്. ലൈറ്റ്സ് ഓഫ്.